ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ റഡ സ്ക്രിപ്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഗെയിമാണ്. ഗെയിം ഓൾറെഡി ലൈവാണ്. ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. അതുകൂടാതെ പി സിയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള ഗെയിം പ്ലേ ഉണ്ട്. നല്ല രീതിയിലുള്ള റിവാർഡ്സ് വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു മാസം നിങ്ങൾക്ക് 50,000 രൂപ നേടാൻ പറ്റും. അതായത് $500 എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ട് നേടാൻ പറ്റും. നല്ല അടിപൊളി ഗെയിമാണ്. അപ്പോൾ ഞാൻ അധികം വൈകുന്നില്ല, നേരെ ഗെയിമിലേക്ക് കിടക്കാം. തേറ്റിനരീന എന്നാണ് ഗെയിമിൻ്റെ പേര്. ഇവരിപ്പോൾ കറൻ്റ്ലി ഗെയിം ലൈവ് ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ആപ്പിൾ ഡിവൈസ് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പി സിയിലാണെങ്കിലും ആ ലിങ്ക് വഴി തന്നെ പോയിട്ട് പി സിയിൽ ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് നോക്കാം. ഇതൊരു 3D RPG ഗെയിമാണ്, ഷൂട്ടർ ഗെയിമാണ്. 2 ടൈപ്പ് ഓഫ് കോയിൻസ് ആണ് ഇതിലുള്ളത്, തേറ്റൻ കോയിനും തേറ്റൻ ജെമ്മും. തേറ്റൻ കോയിൻ എന്ന് പറയുന്നത് ഇവരുടെ ഇൻ ഗെയിം ടോക്കൺ ആണ്. ഈ ഒരു ടോക്കൺ ആണ് നമ്മൾ ഗെയിം കളിച്ചിട്ട് നമുക്ക് നേടാൻ സഹായിക്കുന്നത്. 0.29 ആണ് ഇപ്പോൾ കറണ്ട് റേറ്റ്. ഇത് അൺലിമിറ്റഡ് സപ്ലൈ ആണ് ഗെയിമിലുള്ളത്. പിന്നുള്ളത് ഇവരുടെ ഗവർണൻസ് ടോക്കൺ ആണ്, തേറ്റിനരീന THG ടോക്കൺ എന്ന് പറയുന്നത്. ഇത് $12 ആണ് ഇപ്പോൾ കറണ്ട് റേറ്റ്. ഇവരുടെ ഐഡിയോ പ്രൈസ് എന്ന് പറയുന്നത് 0.05 ആയിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഏകദേശം 250x ഈ കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 300x മേലെ പോയിരുന്നു. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഡംപിലാണ് ഇത്രയും കുറഞ്ഞത്. അപ്പോൾ ഇത് ഗവർണൻസ് ടോക്കണും THC എന്ന് പറയുന്നത് ഒരു ഇൻ ഗെയിം ടോക്കണുമാണ്. ഈ ഒരു ടോക്കണാണ് നമ്മൾ കളി ജയിക്കും തോറും നമുക്ക് റിവാർഡ്സ് ആയി കിട്ടുന്നത്. ഈ ടോക്കണാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റുന്നത്. ഈ ഗെയിം ഇപ്പോൾ മൊബൈലിൽ നിങ്ങൾ ആൻഡ്രോയിഡിലായാലും ആപ്പിളിലായാലും പി സിയിലായാലും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗെയിം ഈ ഒരു സെയിം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ മെറ്റാമാസ്കിലെ ബ്രൗസറിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലെ ഡി ആപ്പ് സെക്ഷനിലോ പോയിട്ടോ നിങ്ങളുടെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടോക്കൺസ് ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതിനായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം. എൻ്റെ മെറ്റാമാസ്കുമായിട്ട് കമ്പൈൻ ചെയ്ത് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് വരും. ഇവിടെ പോയിട്ട് മാർക്കറ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണക്ട് വാലറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ വിത്ത് മെറ്റാമാസ്ക് എന്ന് കൊടുക്കുക. ആ മെറ്റാമാസ്ക് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി മൊബൈലിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഇമെയിൽ ID ഇവിടെയും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയും ഈ ഒരു മെറ്റാമാസ്കോ ട്രസ്റ്റ് വാലറ്റിൻ്റെയോ അഡ്രസ്സും തമ്മിൽ ബൈൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് പറഞ്ഞു എന്ന് തോന്നി, എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആദ്യം മൊബൈലിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ട് വേണം സൈൻ അപ്പ് ചെയ്യാൻ. അതേ ഇമെയിൽ ID വേണം നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ. ഇപ്പോൾ ഈ ലോഗിൻ വിത്ത് മെറ്റാമാസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ലോഗിൻ ചെയ്യാൻ പറയും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ മെറ്റാമാസ്ക് കണക്ട് ചെയ്തു, ലോഗിൻ വിത്ത് മെറ്റാമാസ്ക്, ലിങ്ക് ഇൻ ടു എക്സിസ്റ്റിംഗ് ഗെയിം അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മൊബൈലിൽ ഇമെയിൽ ID വെച്ച് ഗെയിം അക്കൗണ്ട് എടുത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യാനായിട്ട് ലിങ്ക് ടു എക്സിസ്റ്റിംഗ് ഗെയിം അക്കൗണ്ട് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടാണ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഗെയിം അക്കൗണ്ട് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ അതിൽ ഇമെയിൽ ID വെച്ചിട്ട് ഗെയിം കളിച്ചതിന് ശേഷം വീണ്ടും ക്രിയേറ്റ് ഗെയിം അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാലറ്റ് പുതിയൊരു അക്കൗണ്ട് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ കളിച്ച കോയിൻസ് ഒന്നും നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ചെയ്യുക നിങ്ങളുടെ കറണ്ട് ഗെയിം അക്കൗണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗെയിം കളിച്ച് പോയിന്റ് നേടാൻ നോക്കുക. കറൻ്റ്ലി ഞാനല്ല, എൻ്റെ ബ്രദർ കളിച്ചിട്ട് ഓൾറെഡി അവൻ റിഡീം ചെയ്ത പോയിന്റ്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം $10 മേലെ വെർത്തായിട്ടുള്ള കോയിൻസ് അവൻ 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നേടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മൊബൈലിൽ നിന്ന് അവൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചതാണ്. അപ്പോൾ ഇതിൽ 3 ക്യാരക്ടർ നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർ റാൻഡം ആയിട്ട് തരുന്നതാണ്. ഇവന് കിട്ടിയത് റെയ്ഡോൺ, ബ്രേക്കർ, ബിഗ് പാപ്പ എന്ന് പറഞ്ഞ 3 ക്യാരക്ടറാണ്. എനിക്ക് റെയ്ഡോണും കിട്ടി, പിന്നെ വേറെ 2 ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് അവൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഗെയിം ഓൾറെഡി അയച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാരക്ടറിനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ റെയ്ഡോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ടാണ് അവൻ ഈ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു ജെം ടോക്കൺ ഉണ്ട്. അത് ഗെയിം കളിക്കുന്നതോറും നമുക്ക് കിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇത് വാങ്ങണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ THG ഗവർണൻസ് ടോക്കൺ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഏകദേശം $15 വരും. 1.382 ടോക്കൺസ് വേണ്ടി വരും. പക്ഷേ അതില്ലാതെ തന്നെ നമുക്ക് ഗെയിം കളിക്കാം കേട്ടോ, ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പോൾ അവൻ അത് ഈ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്ത് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഇൻ്റർഫേസ് പല ഗെയിമിനും സുപരിചിതമായിരിക്കും. നിങ്ങളെല്ലാവരും PUBG കളിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലും ഒരുവിധം സെയിം ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. കൂടുതൽ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് കൊടുക്കാം. നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഷോപ്പ്, അതായത് കാശ് കൊടുത്ത് വാങ്ങണം. അത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. ഷോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വാലറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ പ്രൊഫൈൽ വരുന്നത്. പിന്നെ ആദ്യം വരുന്നത് ഹീറോ എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഈ സെക്ഷനിലാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. നമുക്ക് മാറ്റിയിട്ട് ചൂസ് ചെയ്യാം. സ്കില്ല് നമ്മുടെ സ്കിൽസാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ടീം അപ്പ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു സെക്ഷനിലാണ്. ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു 3 THC ടോക്കൺ കിട്ടും. ഏകദേശം $1 വർത്തായിട്ടുള്ള ടോക്കൺ. പിന്നെ ഇത് ട്രോഫീസ്, നമ്മൾ എത്ര ട്രോഫീസ് ഏൺ ചെയ്തു, നമ്മൾ ഏതാ ലെവൽ എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്.
പിന്നെ ഏത് ടൈപ്പ് ഓഫ് മാച്ചാണ് നമ്മൾ കളിക്കാൻ പോണെന്ന് ഏകദേശം 8-9 ടൈപ്പ് മാച്ചസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഡെത്ത് മാച്ചാണ് ഫസ്റ്റ് കളിച്ച് കാണിച്ചത്. ഇപ്പോൾ ജസ്റ്റ് ഫൈൻഡ് മാച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ കൂടെ കളിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫൈൻഡ് മാച്ച് കൊടുത്തു. നമ്മുടെ സ്കിൽസ് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. 13 സ്കിൽസ് ഉണ്ട്, 22. നമുക്ക് സ്കിൽസ് ഓരോ ഗെയിം കളിക്കും തോറും കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്കില്ല് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫൈൻഡിങ് ഡെത്ത് മാച്ചാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് 8 പേരെ ഫൈൻഡ് ചെയ്തു. ബോട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഇത് ജസ്റ്റ് ട്രെയിനിങ് മാച്ചാണ് അവൻ കളിച്ചത്. അപ്പോൾ ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ട്രെയിലർ പോലെ. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ബോട്ട്സ് ആണ് എല്ലാത്തിനെയും കൊല്ലണം. അപ്പോൾ അതിനനുസരിച്ച് പോയിന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു പോസ് ചെയ്യട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന്. പിന്നെ ഈ ഒരു ഡ്രംസ് പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടില്ലേ മുകളിൽ, ഇതൊക്കെ പൊട്ടിക്കണതിന് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. അതുകൂടാതെ ഈ എനിമീസിനെ കൊല്ലണതിന് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. ഓരോ കില്ലിനും വെവ്വേറെ പോയിന്റ്സ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുകയാണ്, 5x അടിക്കുകയാണ്. അപ്പോൾ കറൻ്റ്ലി ഇതൊരു പ്രാക്ടീസ് മാച്ചാണ് ഇത്. പക്ഷേ ഇതൊന്നും നമുക്ക് പോയിന്റ്സും ഏണിങ്സും കിട്ടുന്നതാണ്. ഇത് പ്രാക്ടീസ് മാച്ചായിട്ട് ഇതിലവൻ ജയിച്ചു. അപ്പോൾ അതിൽ അവന് വിന്നറായി. അപ്പോൾ ഏറ്റവും കൂടുതൽ കിൽസ് ചെയ്ത് ഇയാളാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 24 ട്രോഫീസ് കിട്ടിയിട്ടുണ്ട്. 24 ട്രോഫി എന്ന് പറയുന്നത് ഏകദേശം 10 THC കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് അവൻ റിഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റത്തെ ലെവൽ ഫുള്ളായി. അപ്പോൾ അത് ഫസ്റ്റത്തെ ലെവൽ കഴിഞ്ഞപ്പോൾ നമുക്ക് 3 ഈ ഒരു ജെം ടോക്കൺ കിട്ടി. നമുക്ക് ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്യാൻ പറ്റും. THC എന്ന് പറഞ്ഞ ടോക്കൺ 10 ടോക്കൺ എന്ന് പറഞ്ഞാൽ $3.5. ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ $3.5 ഈ THC കോയിൻ. അപ്പോൾ ഓൾറെഡി ഒറ്റ ഡെമോ മാച്ച് തന്നെ അവന് 10 THC കോയിൻ കിട്ടി, അതായത് $3.5. ഇനി അവൻ വീണ്ടും ഫൈൻ മാച്ച് കൊടുത്തു. വീണ്ടും ബോട്ടുമായിട്ട് വീണ്ടും അവൻ കളിച്ചു നോക്കി, അതിലും ജയിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അവന് കൂടുതൽ ടോക്കൺസ് കിട്ടുക, ടോക്കൺസ് അല്ല, ആ ഒരു ട്രോഫീസ് കിട്ടും. ആ ട്രോഫീസ് കിട്ടുന്തോറും നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൂടിക്കൊണ്ട് പോയിരിക്കാം. ഇത് കണ്ടില്ല, നെക്സ്റ്റ് ഗോൾ നമുക്ക് കൂടുതൽ കോയിൻസ് കിട്ടണം. അടുത്ത റാങ്കിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ഓരോ റാങ്കിനനുസരിച്ച് നമുക്ക് കൂടുതൽ ടോക്കൺസ് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏതൊരു ഗെയിം കളിച്ചാലും നിങ്ങൾക്ക് ഈ ട്രോഫീസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിലത്തെ കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലെയർ പ്രൊഫൈൽ അനിയൻ്റെ. അപ്പോൾ അവൻ്റെ റാങ്ക് എത്രയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അവൻ്റെ കറണ്ട് റാങ്ക് എത്രയെന്ന് കാണിക്കുന്നുണ്ട്, 240. അപ്പോൾ ഏതെങ്കിലും കളി തോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ട്രോഫീസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ വിക്ടറീസ് എത്രയുണ്ട്, സ്ട്രീക്ക് എത്രയുണ്ട്, ഹീറോ എത്രത്തിലായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് കാണിക്കും. നമ്മൾ ഈ ലെവൽ കൂടുന്തോറും നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ ഹീറോനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ അവതാർ മാറ്റണമെങ്കിൽ മാറ്റാം. നമ്മൾ ആരൊക്കെയായിട്ട് ഗെയിം കളിച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്കില്ല് കൂട്ടാം. അത് സ്കില്ല് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കില്ല് കൂട്ടാൻ പറ്റും. ഇത് പല പവേഴ്സൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സ്കില്ലിൽ. പിന്നെ നമുക്കിത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടുമായിട്ട് കളിക്കാൻ പറ്റും. ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഫ്രണ്ട് എന്നുള്ളത് കാണിക്കും. ഫ്രണ്ടിനെ ആഡ് ചെയ്യാൻ പറ്റും. റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് അവർ ഇൻവൈറ്റ് ചെയ്യണതിന് ഓരോ ആൾ ജോയിൻ ചെയ്ത് ഇത്ര ഗെയിം കളിക്കുമ്പോൾ നമുക്ക് 3 കോയിൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ട്രോഫീസ് ഈ ലെവലിൽ റിക്രൂട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ലെവലിലാണെന്ന് നോക്കാം. സീസൺ 1 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 53 ദിവസം ഇനിയും ബാക്കിയുണ്ട്. ഗെയിം എത്രയും പെട്ടെന്ന് കളിച്ച് നല്ല രീതിയിലുള്ള പോയിന്റ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ അനിയൻ കളിച്ച് കറൻ്റ്ലി ഏകദേശം 240 ട്രോഫീസ് നേടിയിട്ടുണ്ട്. അപ്പോൾ 30 ടോക്കണോളം ഇതുവരെ നേടി THC. പിന്നെ ഈ ഒരു PP എന്ന് പറഞ്ഞ ഒരു കോയിൻ 60 നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവന് മാക്സിമം ഒരു ബ്രോൺസ് വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടോക്കൺസ് ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. ബ്രോൺസ് ആവണമെങ്കിൽ നമുക്ക് 1728 ട്രോഫീസ് വേണം. അത് ഞാനിവിടെ ഒരു ചാർട്ടോട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് THC കോയിൻസ് വിഡ്രോ ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, അറ്റ്ലീസ്റ്റ് 12 ദിവസമെങ്കിലും നിങ്ങൾ ഗെയിം കളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോയിൻ വിഡ്രോ ചെയ്യാൻ പറ്റൂ. പിന്നെ 48 മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ വാങ്ങണം. മാർക്കറ്റ് പ്ലേസിലെ ക്യാരക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതിന് 0.5 BNB ഒക്കെയാണ്, $300-200 ഒക്കെയാണ്. അപ്പോൾ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ വാങ്ങിക്കും വേണ്ട. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രോൺസ് റാങ്കിൽ എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ ഇവർ ഓരോ ടയറും അതേപോലെ തന്നെ ട്രോഫീസിന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലെവൽ വരെ എത്തുന്നു കാണിച്ചിട്ടുണ്ട്. 1728 ട്രോഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബ്രോൺസ് ലെവലിൽ എത്തുള്ളൂ. എങ്കിൽ മാത്രമേ വിഡ്രോവൽ നടക്കുകയുള്ളൂ. 1728 ബ്രോൺസ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു 300 THC ടോക്കണെങ്കിലും ആയി കാണും. ഇപ്പോൾ കറൻ്റ് 240 വെച്ചിട്ട് അവന് 30 ടോക്കണുകളുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ കാൽക്കുലേഷനാണ്, ഒരു 300 ടോക്കൺ നമുക്ക് റൗണ്ട് ആക്കിയിട്ട് അറിയാം. 300 ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ ഏകദേശം $88. നിങ്ങൾക്ക് ഒരാഴ്ച നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഈ ഒരു $88 ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസം നിങ്ങൾക്ക് ഈസി ആയിട്ട് 300 മുതൽ 400, അല്ലെങ്കിൽ നന്നായി കളിക്കുന്നവരാണെങ്കിൽ $500 വരെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എത്രത്തോളം പ്രോ ലെവൽ ഗെയിമർ ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു കാറ്റഗറിയിലേക്ക് എത്താം.
ഞാൻ പറയുന്നത് വൺസ് നിങ്ങൾ ബ്രോൺസ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നല്ലൊരു ക്യാരക്ടറിനെ വാങ്ങണം. അതിനെ വെച്ചിട്ട് വേണം കൂടുതൽ ഗെയിം കളിക്കാൻ. അതിന് വേറെ ബെനിഫിറ്റ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലോ മെറ്റമാസ്കിലോ ബ്രൗസറിലോ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇതിൽ ബാറ്റിൽ റിവാർഡ്സ് എന്ന സെക്ഷനിലാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ വാങ്ങിയിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ക്യാരക്ടറിൻ്റെ റാങ്ക് അനുസരിച്ച് നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ടീം മോഡ്സിലാണെങ്കിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 ടോക്കൺ കിട്ടും, THC ടോക്കൺ. നമുക്ക് എല്ലാ പ്രാവശ്യം കിട്ടുന്നത് THC എന്ന ടോക്കണാണ്. THG എന്ന ടോക്കൺ ഗവേണൻസ് ടോക്കൺ ആണ്. പിന്നെ സോളോ മോഡിൽ നമ്മൾ റാങ്ക് 1 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 6 ടോക്കൺ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കളിക്കേണ്ട ഗെയിമാണെന്ന്. മിനിമം നിങ്ങൾ 6ന് താഴെ റാങ്ക് ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള റാങ്ക് കുറയില്ല. അതായത് നിങ്ങൾക്കുള്ള ട്രോഫീസ് കുറയില്ല. പക്ഷേ ആ 7ന് മേലെ നിങ്ങൾ തോറ്റു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിൻ്റെ ലെവൽ കുറയും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. പിന്നെ ഡുവോ മോഡ് ഉണ്ട്. പിന്നെ നിങ്ങൾ NFTs വാങ്ങാനുള്ള കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ബോണസിൻ്റെ അളവ് കൂടും. ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു മിത്തിക് ലെവലിലുള്ള ഹീറോ ആണ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 1.45 GHC ടോക്കൺ കിട്ടും. അതന്നെ ലെജൻഡറി മിത്തിക് ആണെങ്കിൽ 23.55 ടോക്കൺ ആണ് ഈ ഒരു ജയത്തിന് മേലെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ 6 ടോക്കൺ നിങ്ങൾ ഇവിടുന്ന് ജയിച്ച് കിട്ടി, ഈ ഒരു ടീം മോഡ്സ് കിട്ടി. പ്ലസ് നിങ്ങൾ ലെജൻഡറി മിത്തിക് ആണെങ്കിൽ നിങ്ങൾക്ക് 23.55 ടോക്കൺസ് കൂടുതൽ കിട്ടും. അപ്പോൾ 30 ടോക്കൺ ഒരു ഗെയിമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ മാക്സിമം എത്ര ബാറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. 12 ബാറ്റിലാണ് കോമൺ NFT വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡിഫോൾട്ടിൽ. മിത്തക്കിൽ നിങ്ങൾക്ക് 16 ഗെയിംസ് വരെ കളിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ച് പൈസ ഒരുപാട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് മാക്സിമം കോമൺ NFT വെച്ച് കളിക്കാൻ പറ്റുന്നത് 16 ഗെയിംസ് ആണ്. ബാറ്റിൽസ് 253ഉം മിനിമം ബാറ്റിൽ 241 ആണ്. ലെജൻഡറിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ബാറ്റിൽസ്. ഒരു ദിവസം നിങ്ങൾക്ക് 22 ഗെയിം കളിക്കാം. 1026 ബാറ്റിൽസ് വരെ നിങ്ങൾക്ക് മിത്തിക് ലെജൻഡറി NFT ക്യാരക്ടർ ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വൺസ് ഇതിന്ന് ഏണിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ക്യാരക്ടേഴ്സ് വാങ്ങാൻ പറയുന്നത്. അത് നിങ്ങൾ നോക്കി കണ്ട് വാങ്ങണം. നല്ല ക്യാരക്ടർ ഏതാണെന്ന് നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ലെജൻഡറി വേണോ, നോർമൽ വേണോ, കോമൺ വേണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കാണിച്ചു തരുന്നത്. മാക്സിമം നിങ്ങൾക്ക് നോർമൽ NFT വെച്ചിട്ട്, അതായത് ഇതായിരിക്കും നമ്മുടെ ഇത് 12 ബാറ്റിൽസിൽ കൂടുതൽ ഒരു ദിവസം കളിക്കാൻ പറ്റില്ല. പക്ഷേ 12 എണ്ണത്തിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ 12 എണ്ണം കോമൺ വെച്ച് വിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസം 50,000 കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഏണിങ്സ് എന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ വാങ്ങാൻ. ഇതിപ്പോൾ കറൻ്റ്ലി ബൂമായി തുടങ്ങിയിട്ടുള്ള ഗെയിം 4 മില്യൺ ആൾക്കാരെ കളിക്കുന്നുള്ളൂ ഇപ്പോൾ കറൻ്റ്ലി. അതിൽ പ്രോ ലെവൽ ഗെയിമേഴ്സ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പ്രോ ലെവൽ ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗെയിം കളിക്കുക. അപ്പോൾ ഞാൻ ഒരു ഗെയിം മോഡ് പറഞ്ഞല്ലോ കാണിച്ചു തരാമെന്ന്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റിയത് ഇപ്പോൾ കാണിച്ചു തരാം. അത് ഈ ഒരു മോഡാണ്, സോളോ എന്ന് പറഞ്ഞ മോഡ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലിപ്പോൾ ട്രോഫീസ് 24 അനിയൻ 30 THC ടോക്കൺ ഓൾറെഡി നേടി, 206 ഈ ഒരു ജെമ്മും നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെത്ത് മാച്ച് മാറ്റിയിട്ട് നമ്മൾ സോളോ മോഡ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്യും. ഈ ഡെത്ത് മാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗെയിം മോഡ് വേണമെന്ന് ചോദിക്കും. നമ്മളതിൽ സോളോ എടുക്കുക. സോളോ എടുത്തു കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ വേണമെന്ന് ചോദിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ വിൻ ചെയ്യണതിന് നമുക്ക് ചെറിയ ടോക്കൺസ് കിട്ടുമായിരിക്കും. അപ്പോൾ ഫൈൻഡിങ് ബാറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റാൻഡം ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കളിക്കുന്നത്. ഇതിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരിക്കാതെ മിനിമം 6ാം ലെവൽ വരെ പിടിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലെ ട്രോഫീസ് പോവാതിരിക്കാൻ പറ്റൂ. അതിന് മേലുള്ളവർക്ക് മാത്രമാണ് പൊസിഷൻ അനുസരിച്ച് റാങ്ക് കിട്ടുന്നത്. നമ്മളെ കൊണ്ടിറക്കുന്നു, നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നു. ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് ലോഗിൻ ചെയ്താൽ മനസ്സിലാവും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പോയിന്റ്സ് കിട്ടും. പിന്നെ ഈ ഒരു ഗ്രീൻ ബുഷിൻ്റെ ഉള്ളിൽ ഒളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർ കാണില്ല. പിന്നെ ഈ ഒരു റെഡ് ലൈനിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഔട്ടാവും. ഇത് നമ്മുടെ PUBGയിൽ ഒരു ഏരിയ ചുരുങ്ങി വരില്ല, അതേപോലെ തന്നെ ഇതും ചുരുങ്ങി വരും. മാക്സിമം നമ്മൾ നോക്കേണ്ടത് നമ്മൾ മരിക്കാതിരിക്കാനാണ്. ആദ്യം 6 പേര് മരിക്കണവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എത്ര പേര് ബാക്കിയുണ്ടെന്ന് ഇവിടെ 8 പേരും കൂടി ബാക്കിയുള്ളൂ. നമ്മൾ മരിക്കാതെ എത്രയും നേരം പിടിച്ചിക്കാൻ പറ്റും നോക്കുക. 6 ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കില്ല് ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങുക. ബെസ്റ്റ് അതായിരിക്കും. എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. 6 വരെ പിടിച്ചു നിന്നിട്ട്, അപ്പോൾ ഇത് കണ്ട ലെവൽ ചുരുങ്ങി വേണ്ട ഈ ഒരു വെള്ളവര. അപ്പോൾ ഈ വെള്ളവരയുടെ ഉള്ളിൽ തന്നെ നമ്മൾ നിൽക്കണം. അപ്പോൾ അവരെ കൊല്ലുന്നതോറും നമുക്ക് അവരുടെ എനർജിയും ഓരോ സ്കിൽസും കിട്ടുന്നതാണ്. ഞാനെപ്പോഴും ഈ ഒരു ലൈനിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ചിട്ട് ഗെയിം കളിക്കാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ 6 പേരെ കൊന്നുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പച്ചയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റില്ല അവർക്ക്. ഇനി 4, 3, 2 ഇനി വീണ്ടും കണ്ട ഇത് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും ഈ ഒരു ടൈം കഴിയും തോറും. അപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവർ ഔട്ടാവും. അപ്പോൾ അയാളെ കൊന്നു. ഇനി നമ്മൾ 2 പേരുള്ളൂ. ഇതിങ്ങനെ ചുരുങ്ങി വരുന്നവർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പുറത്താണെങ്കിൽ നമ്മൾ ഔട്ടാവും. ഇനി ലാസ്റ്റ് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു ലൈൻ പിടിച്ച് കളിക്കുക. ലൈനിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ ചെയ്ത് മരിക്കട്ടെ. 6 പേര് മാത്രം ബാക്കിയുള്ളപ്പോൾ ബാക്കി നിങ്ങൾ കളിച്ച് ജയിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഈ ട്രോഫീസ് നഷ്ടപ്പെടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചതെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. അത് കണ്ടില്ലേ, നമ്മൾ
ജയിച്ചു കഴിഞ്ഞാൽ 6ാം സ്ഥാനം വരെയാണെങ്കിൽ നമുക്ക് 2 ട്രോഫി മിനിമം കിട്ടും. അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ കൂടുതൽ ട്രോഫീസ് കിട്ടുള്ളൂ. 7ാം സ്ഥാനം മുതൽ 12ാം സ്ഥാനം വരെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രോഫീസ് മൈനസ് ആയി പോകും. നമുക്കുള്ള ഏർണിങ്സ് അതിനനുസരിച്ച് കുറയും. സോളോ മോഡിലാണ് ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഗെയിം മാത്രം നിങ്ങൾ കളിച്ചാൽ മതി, നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും മിനിമം 2 കോയിൻസ് ഐ മീൻ 2 ട്രോഫീസ് ഈസി ആയിട്ട് നേടാൻ പറ്റും. അവിടുന്ന് മുകളിലേക്ക് നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് നേടാവുന്നതാണ്. ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഞാൻ പറഞ്ഞു തന്നേക്കുന്ന രീതിയൊക്കെ. കുറേ കാര്യങ്ങൾ ഈ ഗെയിമിൽ കവർ ചെയ്യാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഗെയിം കളിച്ച് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഇതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാം. മാക്സിമം നമ്പർ ഓഫ് ബാറ്റിൽസ് നിങ്ങൾക്ക് എത്ര കളിക്കാൻ പറ്റുന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ THC ബാറ്റിൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വൺസ് നിങ്ങൾ കാശൊക്കെ നേടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാരക്ടർ വാങ്ങുക. ആ ക്യാരക്ടറിൻ്റെ റയറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബാറ്റിൽസ് ഒരു ദിവസം കളിക്കാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിന്നോ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ PC-യിലോ ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരിട്ട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇമെയിൽ ID വെച്ച് സൈനപ്പ് ചെയ്തിട്ട് മൊബൈലിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ അത് മാർക്കറ്റ് പ്ലേസുമായിട്ട് ലിങ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ടോക്കൺസ് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള അതേ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലോ മെറ്റാമാസ്കിൻ്റെ ബ്രൗസറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിലെ വിൻഡോസിലെ ബ്രൗസറിലോ പോയിട്ട് മാർക്കറ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ലിങ്ക് ടു എക്സിസ്റ്റിംഗ് ഗെയിം അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കളിച്ച് കിട്ടിയ പോയിന്റ്സ് ഈ ഒരു വാലറ്റ് അഡ്രസ്സിലേക്ക് ലിങ്ക് ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കളിച്ചിട്ട് മാക്സിമം ഏർണിങ്സ് ഉണ്ടാക്കുക. അതനുസരിച്ച് പൈസ വിഡ്രോ ചെയ്യുക. നിങ്ങളെല്ലാവരും പ്രോ ലെവൽ ഗെയിമേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര്. ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയൊരു അടിപൊളി ഗെയിമാണ്. നല്ല രസമുള്ള ഗെയിം പ്ലേ ആണ്. അനിയൻ വെറും 24 മണിക്കൂറിന് താഴെയായിട്ടുള്ള ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി $10 അടുത്ത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രോൺസ് ലെവലൊക്കെ അവൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബ്രോൺസ് ലെവലൊക്കെ അവൻ ഈസി ആയിട്ട് എത്തും. ഞങ്ങൾ വിഡ്രോ എടുത്തും. പിന്നെ വിഡ്രോയിലിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വൺസ് അവൻ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നതാണ് എങ്ങനെ വിഡ്രോ ചെയ്ത് അത് ക്യാഷ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ എല്ലാവരും ഈ ഗെയിം കളിച്ചിട്ട് മാക്സിമം ഏർണിങ്സ് ഉണ്ടാക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഗെയിം കളിക്കണ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അവരുണ്ടാക്കുന്ന പോയിന്റ്സ് നിങ്ങളുടെ വാലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന അവർക്ക് റിഡീം ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അവർ നല്ല രീതിയിലുള്ള ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിയിരിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.